ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മംഗലത്ത് ഗ്രൂപ്പ് വാങ്ങാൻ ആഗ്രഹിച്ച 2 പ്ലോട്ടുകൾ നവീൻ സാർ വാങ്ങിയിരുന്നില്ലേ? അത് ഗാഥാ മാഡത്തിന്റെ പേരിൽ എഴുതിയ മുദ്രപത്രമാണിത്. നോക്കുമ, നിസാരക്കാരനല്ലോ നവീൻ ഗോപാൽ വർമ്മ. സോറി, അവൾക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാ. ഞാൻ ഒന്നും സംസാരിച്ചിട്ട് വരാം. എന്തായാലും തുടക്കം ഗംഭീരം. കളരിക്കൽ കുടുംബത്തിന് ഇങ്ങനൊരു നാണക്കേട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിഷേധിച്ചു പോയ പോക്കണ്ടില്ലേ? നോ മമ്മി, എന്നെ അങ്ങോട്ട് വിളിക്കണ്ട. ഞാനിനി വരില്ല. എന്നെ നാണം കെടുത്തരുത്. അപ്പോ അയാൾ എന്നെ നാണം കെടുത്തിയതോ? മോളെ, ബിസിനസിന്റെ കാര്യവും അതിന്റെ സീരിയസ്നെസ്സും ഒക്കെ നിനക്കും അറിയാവുന്നതല്ലേ? അയാൾക്ക് ബിസിനസ് മാത്രമാണ് സീരിയസ് എങ്കിൽ അയാൾ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഞാൻ എന്തിനാ അയാളുടെ ഭാര്യയാവുന്നേ? മോള് പറയുന്നത് മമ്മിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലാന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ അവരിറങ്ങി പോകും. പക്ഷെ പുറത്തിറങ്ങി പോകുന്ന അവര് പറയാൻ പോകുന്ന എന്താ? സിതാര ശ്രീനിവാസിന്റെ അനുസരണയില്ലാത്ത മകളെ കണ്ടെന്ന്. അത് നിന്നേക്കാൾ ക്ഷീണാവുക എനിക്ക്. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ അവരുടെ അടുത്തേക്ക് മുഴുവൻ മമ്മിയുടെ കൂടെ ഒന്ന് വരണം. മറ്റൊന്നും സംസാരിക്കാതെ നീ അവരുടെ മുന്നിൽ നിൽക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ്. മീറ്റിംഗ് കഴിഞ്ഞോ സർ? നോ, ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ തന്നെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാനാ. താൻ ഉടനെ സിത്താര മാമിന്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ഇത് ഗാഥാ ശ്രീനിവാസിന് കൊടുക്കും. ഇത് ലവ് ലെറ്റർ ആണോ സാറേ? യെസ്. ഈ പ്രായത്തിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ മാണിക്കുഞ്ഞ് ലവ് ലെറ്റർ എഴുതുന്നത്? താനത് കൊണ്ടുപോയി കൊടുക്കും. അമ്മയുടെ സ്ഥാനത്ത് കാരണവന്മാര് വല്ലവരും അന്നെങ്കിൽ ഇപ്പൊ കളരിക്കൽ തിരിച്ചെത്തിയേനെ. അത് ശരിയാ. ഇതിലും വലിയൊരു അപമാനം ഉണ്ടാ? ഒരു ചടങ്ങിന് തൊട്ടു മുമ്പ് ഒരു മുടക്കം ഉണ്ടാവുമ്പോ കാരണവന്മാരാണെങ്കിലേ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കണ്ടെന്നേ പറയൂ. ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നവീന്റെ വിവാഹകാര്യത്തിൽ നിർമ്മലയ്ക്ക് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. അത് സത്യം തന്നെ. നിർമ്മല ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ചെറുപ്പം മുതലേ അവളിങ്ങനെയാ. വെറുതെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കും. എന്ന് കരുതി പ്രാന്തൊന്നുമല്ല, നല്ല ബുദ്ധിയാ. ഗാഥമോളുടെ ജാതകം തരുവോ? ഒന്ന് നോക്കിക്കാനാ. അതിനെന്താ, തരാലോ. മമ്മി പോരാ. മമ്മിയോട് ഞാൻ പറഞ്ഞില്ലേ അവരെ വിളിച്ച് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന് പറയാൻ. എന്നിട്ട് എന്താ മമ്മി വിളിക്കാത്തെ? അതെങ്ങനെയാ മോളെ? അതെങ്ങനെയാന്ന് മമ്മിക്ക് ഞാൻ പറഞ്ഞു തരണോ? ഇത്രയും തിരക്കുള്ള ഒരാളെ എന്റെ മകൾക്ക് വരനായിട്ട് വേണ്ട എന്ന് തെളിച്ചങ്ങോട്ട് പറയണം. അതെനിക്ക് പറ്റില്ല. വായ്, മോൾ എന്ത് പറഞ്ഞാലും ഞാനിപ്പോ കളരിക്ക് വിളിച്ച് നോ പറയില്ല. ഞാൻ പറയും. എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല. എക്സ്ക്യൂസ് മീ മാം. സാറിന്റെ മീറ്റിംഗ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഗാഥാമാമിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ തന്നയച്ചതാ. പ്ലീസ് മാം. ചെന്ന് നിന്റെ സാറിനോട് പറഞ്ഞേക്ക് കാണാൻ വന്നത് ഗാഥാ ശ്രീനിവാസനെയാണെന്ന്. അവൾക്ക് അവളുടേതായ താല്പര്യങ്ങളുണ്ടെന്ന്. മോളെ, ഇറ്റ്സ് ഓക്കെ മാം, ഇറ്റ്സ് ഓക്കെ.
ഇത്തരം ഉപഹാരങ്ങളുമായിട്ട് ഇനി ആരെ അയക്കണ്ടെന്ന് പറഞ്ഞേക്കും. അയാൾ അറിയട്ടെ, അയാൾക്ക് മാത്രമല്ല സമയത്തിന്റെ വില അറിയുന്നതെന്ന്. സിനി, വാട്ട്സ് ദാറ്റ്? മാം, മംഗലത്ത് ഗ്രൂപ്പ് വാങ്ങാൻ ആഗ്രഹിച്ച 2 പ്ലോട്ടുകൾ നവീൻ സാർ വാങ്ങിയിരുന്നില്ലേ? അത് ഗാഥാ മാഡത്തിന്റെ പേരിൽ എഴുതിയ മുദ്രപത്രമാണിത്. റിയലി? നോക്കൂ മാം. മൈ ഗുഡ്നസ്, നിസാരക്കാരനല്ലല്ലോ നവീൻ ഗോപാൽ വർമ്മ. ഹലോ, നവീനാണ് മാം. ഗാഥയ്ക്കൊന്ന് ഫോൺ കൊടുക്കാമോ? മോളെ നവീൻ. ഹലോ, ഗാഥ ശ്രീനിവാസ്, ആർ യു ഹാപ്പി? എന്തിന്? ഞാൻ മാണിക്കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തുവിട്ട പ്രസന്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇതിനേക്കാളും നല്ലത് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് എന്നെ കണ്ടിട്ട് പോവായിരുന്നല്ലോ. മിസ് ബ്യൂട്ടി ഗാഥ ശ്രീനിവാസ്, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് താരം. വീട്ടിനകത്ത് വെച്ച് ഒരു നോക്ക് കണ്ടിട്ട് വേണോ എനിക്കിഷ്ടപ്പെടാൻ? എന്തിന്? ഇപ്പൊ ഞാൻ ഈ കേട്ട ശബ്ദം പോലും. വാട്ട് എ സ്വീറ്റ് വോയിസ്. ആൻഡ് ഐ തിങ്ക് ഐ എം ലക്കി. ഇനി പറയും എപ്പോഴാ നമ്മുടെ ശരിക്കുള്ള പെണ്ണാണ്? അത് നിങ്ങളില്ലാതായിരുന്നില്ലേ? എന്നെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. പറഞ്ഞു. വിവാഹ നിശ്ചയത്തിന് എന്റെ വിരലിൽ നവീൻ മോതിരം അണിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നവീന്റെ മുഖത്ത് നോക്കൂ, നവീനെ കാണൂ. എന്താ, സമ്മതാണോ? ഇത്തരം ഗെയിംസുകൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രതീക്ഷിക്കാലോ, അല്ലേ? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. സഹിച്ചോണം.